തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് പിന്നിൽ സർക്കാരിന്റെ ഗൂഢാലോചനയെന്ന് പി അൻവർ എം.എൽ.എ. കോടതി ഇടപെടൽ കാരണം സർക്കാരിന്റെ ലക്ഷ്യം നടന്നില്ല. പിണറായി കാലത്തെ ജയിലനുഭവം അത്ര നല്ലതൊന്നുമല്ലായിരുന്നു. ഒരു ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് ജീവനോടെ പുറത്തിറങ്ങാനായത് ഭാഗ്യമായാണ് കാണുന്നത്. അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ UDF നേതാക്കൾ നൽകിയ പിന്തുണ പിണറായി വിജയനെ പുറത്താക്കുന്നതിനായുള്ള അടുത്ത മുന്നേറ്റങ്ങളിലും വേണമെന്നും പി അൻവർ പറഞ്ഞു. അതേസമയം ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങിയ പി അൻവർ എം.എൽ.എ. ഇന്ന് പുതിയ സമര പരിപാടികൾ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഒതായിയിലെ വീട്ടിലെത്തിയ അൻവറിനെ UDF-ലെ അടക്കം ചില നേതാക്കൾ നേരിട്ട് കാണാനുമിടയുണ്ട്. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അൻവറിന്റെ ഉറ്റാനുയായി EA സുഗുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അൻവറിനെതിരെ ചുമത്തിയ അതേ വകുപ്പുകളാണ് സുഗുവിനെതിരെയും എടുത്തിട്ടുള്ളത്. കേസിലെ 6ാം പ്രതിയാണ് സുഗു. സമരത്തിൽ പങ്കെടുത്ത മറ്റു പ്രതികളെയും ഉടൻ പിടികൂടാൻ നിലമ്പൂർ പോലീസ് ശ്രമിക്കുന്നുണ്ട്. നിലമ്പൂർ DFO ഓഫീസിൽ അക്രമം നടത്തിയെന്ന കേസിൽ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പി അൻവർ എം.എൽ.എക്ക് വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം വൻ സ്വീകരണമാണ് ലഭിച്ചിരുന്നത്. ഇന്നലെ രാത്രി 8:30 മണിയോടെ പുറത്തിറങ്ങിയ അൻവറിന് വഴിയിലുടനീളം പാർട്ടി പ്രവർത്തകർ വൻ സ്വീകരണമൊരുക്കിയിരുന്നു. പൂമാലയും പൊന്നാടയും അണിയിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ അൻവറിനെ വരവേറ്റത്. പ്രവർത്തകർ നൽകിയ ഇളനീർ കുടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന അൻവറിന് ചങ്കുവെട്ടി വെച്ചായിരുന്നു ആദ്യത്തെ സ്വീകരണം. പിന്നീട് മഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ DMK പ്രവർത്തകർ സ്വീകരണമൊരുക്കി. ഇനി ഒറ്റയ്ക്കല്ല എന്നും ഒരുമിച്ചുള്ള പോരാട്ടമായിരിക്കുമെന്നും അൻവർ പറഞ്ഞു. UDF നേതാക്കളുടെ അനുകൂല പ്രതികരണങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും വനഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നും അൻവർ പറഞ്ഞു. പിണറായി സർക്കാരിനെ താഴെയിറക്കുകയാണ് തന്റെ ആത്യന്തികമായ ലക്ഷ്യം. യോജിച്ച പോരാട്ടത്തിൽ ആരുമായും സഹകരിക്കും. ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ പിന്തുണ തേടുമെന്നും അൻവർ പറഞ്ഞു. വൈകിട്ടോടെ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചുവെങ്കിലും ഉത്തരവും ബോണ്ടും ഉൾപ്പെടെ ജയിലിലെത്തിക്കാനുള്ള സമയവും നടപടിക്രമങ്ങളും നീണ്ടതോടെയാണ് അൻവറിന്റെ ജയിൽ മോചനം വൈകിയത്. രാത്രി 7:45 മണിയോടെയാണ് അൻവറിന്റെ മോചനത്തിനായുള്ള ബോണ്ടുമായി DMK സംസ്ഥാന കോർഡിനേറ്റർ VS മനോജ് കുമാർ മലപ്പുറം തവനൂരിലെ ജയിലിലെത്തിയത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി തവനൂരിലെ ജയിലിൽ നിന്നും അൻവർ പുറത്തിറങ്ങുകയായിരുന്നു.